മരട് നഗരസഭാ അതിർത്തിയിൽ കഴിഞ്ഞ കാലങ്ങളായി ഭൂമാഫിയ പിടിമുറുകിയിരിക്കുകയാണ്. വ്യാപകമായ രീതിയിൽ ഭൂമി നികത്തിയും കണ്ടൽക്കാട് വെട്ടിനശിപ്പിച്ചും ഇവർ പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും നടപടി ഒന്നുമായിട്ടില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് ഏറെ അനിവാര്യമായ കണ്ടൽക്കാട് വെട്ടിനശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് കണ്ടലുകൾ നശിപ്പിച്ചിരിക്കുന്നത് കാണാം. മരട് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ അനിൽകുമാർ, വൈസ് ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ, മറ്റ് കൗൺസിലർമാർ, വില്ലേജ് ഓഫീസർ എന്നിവർ കണ്ടലുകൾ നശിപ്പിച്ച പ്രദേശം സന്ദർശിച്ചു. നിയമപരമായി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ദിവ്യ അനിൽകുമാർ പറഞ്ഞു. നമ്മളിതിനു മുമ്പും കണ്ടൽക്കാട് വെട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് അന്വേഷിച്ച് പോലീസിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടിക്ക് നഗരസഭ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾക്ക് പുറമെ ജനങ്ങളുടെ ഒന്നാകെ സഹകരണം കൂടി ഉണ്ടായാലേ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനാവൂ എന്ന് വൈസ് ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലും അഭിപ്രായപ്പെട്ടു. ശക്തമായ ഇടപെടലുകളും നടപടിയും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. 2-3 മാസമായി വീണ്ടും ഇതിൻ്റെ ആളുകൾ ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ രാസപദാർത്ഥങ്ങൾ, ഇവിടെ കണ്ടലുകളൊക്കെ ഉണക്കിക്കളയുന്ന രാസപദാർത്ഥങ്ങൾ, ഇവിടെ നിരോധിച്ചിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഭൂമിയിൽ തളിച്ച് ആ കണ്ടലുകൾ നശിപ്പിച്ച് അതിന് തീയിടുന്ന വലിയ ഒരു ഭൂമാഫിയ തന്നെ ഇവിടെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി നഗരസഭയുടെ പരിധിയിൽ മാത്രം ഇത് ഒതുങ്ങി ഇതിൻ്റെ പേരിൽ നടപടി ശക്തമായി എടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഫോറസ്റ്റും അതുപോലെ തന്നെ റവന്യൂ അധികാരികളും നമ്മുടെ പോലീസും ഇവരെ 3 ഡിപ്പാർട്ട്മെൻറ്റും കൈകോർത്ത് നിന്നാൽ നമുക്ക് ഇതുപോലുള്ള ജൈവ സമ്പത്ത് നിലനിർത്തുന്ന ഏക്കർ കണക്കിന് സ്ഥലം ഭൂമാഫിയ കയ്യേറുമ്പോഴും ഫ്ളാറ്റുകൾ പണിയുമ്പോഴും ഒന്നോർക്കുക, ഭൂമി മറ്റ് ജന്തുജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന്. അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഭൂമിയെ ഇപ്പോഴത്തെ സ്ഥിതിയിലെങ്കിലും നിലനിർത്താനാവൂ.